ഗസയിൽ ഇസ്രായേലുമായി നിലവിലുള്ള വെടിനിർത്തൽ കരാറിനിടെ ഫലസ്തീനികളെ വധിക്കുകയും ആയുധം വെച്ച് കീഴടങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്ത ഹമാസിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ്. ഹമാസ് തങ്ങളുടെ ഈ നടപടികൾ തുടരുകയാണെങ്കിൽ സൈനികമായി ഇടപെടേണ്ടി വരുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ഗസയിൽ ഹമാസ് ആളുകളെ കൊല്ലുന്നത് തുടരുകയാണെങ്കിൽ അത് കരാറിന്റെ ഭാഗമായിരുന്നില്ല. തങ്ങൾക്ക് ഇടപെടാതെ മറ്റു വഴിയില്ല. അവരെ ഇല്ലാതാക്കേണ്ടി വരും, ട്രംപ് കുറിച്ചു. വെടിനിർത്തൽ നിലനിൽക്കെ ഹമാസ് പോരാളികൾ ഫലസ്തീൻ വിമത ഗ്രൂപ്പുകളുമായി ഏറ്റുമുട്ടലുകൾ നടത്തുകയും തങ്ങളുടെ ആളുകളെ പരസ്യമായി വധിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം. നേരത്തെ ഗസയിലെ സംഘർഷങ്ങളെ ലഘൂകരിച്ചു കണ്ടിരുന്ന ട്രംപ് ഇപ്പോൾ തന്റെ നിലപാട് കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇസ്രായേൽ ഈജിപ്ത് സന്ദർശനത്തിന് ശേഷം ഹമാസ് വളരെ മോശമായ ചില സംഘങ്ങളെ ഇല്ലാതാക്കിയതായും അത് തന്നെ അത്രയധികം അലട്ടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ട്രംപിന്റെ 20-ദിന സമാധാന പദ്ധതി പ്രകാരം ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് അധികാരം ഒഴിയണം. ഗസ വിടാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി പോകാനുള്ള അവസരവും ഈ പദ്ധതി വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഹമാസ് ഈ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയും പകരം ആയുധധാരികളായി തുടരുകയും ചെയ്യുന്നു. അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മൈലേയുമായി ചൊവ്വാഴ്ച ഓവൽ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലും ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അവർ നിരായുധരാകും, ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ നിരായുധരാക്കും. അത് വേഗത്തിലും ഒരുപക്ഷെ അക്രമാസക്തമായും സംഭവിക്കും, ട്രംപ് അന്ന് ഊന്നിപ്പറഞ്ഞു. ഹമാസിന്റെ ഈ വെടിനിർത്തൽ ലംഘനവും സമാധാന കരാർ വ്യവസ്ഥകൾ പാലിക്കാത്തതും ഗസയിലെ സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നാണ് സൂചന. ഗസയിൽ അക്രമം തുടർന്നാൽ ഹമാസ് ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് തിരിച്ചടിയുടെ സൂചനയാണ്. ആഭ്യന്തര രക്തച്ചൊരിച്ചിൽ തുടർന്നാൽ ഹമാസ് അംഗങ്ങളെ കൊല്ലുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഹമാസ് ഗസയിലെ ജനങ്ങളെ കൊല്ലുന്നത് തുടർന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് അവരെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ല. ഹമാസ് നടത്തുന്ന കൊലപാതകങ്ങൾ സമാധാന കരാറിന്റെ ഭാഗമല്ല, ട്രംപ് പറഞ്ഞു. എന്തായാലും ഹമാസ് ഗസയിൽ നടത്തുന്ന അക്രമങ്ങൾ തന്നെ ബാധിക്കുന്നില്ല എന്നായിരുന്നു ട്രംപ് ചൊവ്വാഴ്ച പറഞ്ഞത്. 2 ദിവസത്തിന് ശേഷമാണ് ഇക്കാര്യത്തിലെ നിലപാട് മാറ്റം. എതിർ സംഘാംഗങ്ങളെ കൊലപ്പെടുത്തുന്ന ഹമാസിന്റെ പ്രവൃത്തി തനിക്ക് അധികം ക്ഷമിക്കാൻ സാധിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ഹമാസ് ആയുധം കൈവെടിയണം, ഇല്ലെങ്കിൽ ഹമാസിനെ ഞങ്ങൾ നിരായുധീകരിക്കും, അത് വേഗത്തിലായിരിക്കും, ട്രംപ് കൂട്ടിച്ചേർത്തു. എന്തായാലും വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഗസയിൽ ഹമാസ് പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കിയത്. ഗസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലെ അംഗങ്ങളെയാണ് ജനങ്ങൾക്ക് മുന്നിൽ വച്ച് തന്നെ ഹമാസ് ഭീകരർ കൊലപ്പെടുത്തിയത്. ഗസ സമാധാന കരാറിന്റെ ഭാഗമായി ഹമാസിനെ നിരായുധീകരിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നത്.